അനുരാഗ ഭാഗം 5. രചന നക്ഷത്രപ്പെണ്ണ്. അവതരണം അപര. വീണ്ടും വീണ്ടും തോറ്റുപോവുകയാണ്. അനാവശ്യമായി എന്തൊക്കെയോ മനസ്സിൽ നട്ടുവളർത്തി വടവൃക്ഷമാക്കി. എന്നാലൊരു സുപ്രഭാതത്തിൽ അതപ്പാടെ കടപുഴകി വീണിരിക്കുന്നു. കുന്നോളം നെയ്തു കൂട്ടിയ പ്രതീക്ഷകളെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് മാഷിപ്പോൾ നടന്നകന്നത്. ജഡം കണക്കെ കണ്ണുനീർ വറ്റിയ കണ്ണുകളോടെ വീട്ടിലേക്ക് മടങ്ങി. വസ്ത്രം പോലും മാറാതെ കട്ടിലിലേക്ക് വീണ് നിശബ്ദമായവൾ വിതുമ്പി. 2-3 തവണ അമ്മ വന്ന് വിളിച്ചെങ്കിലും തലവേദനയെ മറയാക്കി അതേ കിടപ്പ് തുടർന്നു. അവരെ കൂടി വിഷമിപ്പിക്കുന്നത് എന്തിനാണ്? വേണ്ട, ആരും ഒന്നും അറിയണ്ട. എല്ലാം തൻ്റെ ഉള്ളിൽ തന്നെ ഇരിഞ്ഞടങ്ങട്ടെ. എത്ര എതിർത്തിട്ടും അത്താഴം മുടക്കാൻ അമ്മ സമ്മതിച്ചില്ല. ആർക്കോ വേണ്ടി എന്ന പോലെ 4 വറ്റു പെറുക്കി കഴിച്ചെഴുന്നേറ്റു. മുറിയിലെ മേശയിൽ തുറന്നിരിക്കുന്ന പുസ്തകം കാണുമ്പോൾ വല്ലാത്തൊരു വീർപ്പുമുട്ടലാണിപ്പോൾ തോന്നുന്നത്. പുസ്തകത്താളുകൾ മനസ്സിലേക്ക് പകർന്നു നൽകിയ ഫാൻറ്റസികളിൽ ഒന്നാണോ തൻ്റെ പ്രണയവും? സമൂഹം മുദ്ര കുത്തും പോലെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ? പ്രായത്തിനനുസ്മിതമായ വളർന്നു വരുന്നതാണോ പക്വത? താൻ മനസ്സിലാക്കിയിടത്തോളം ജീവിത സാഹചര്യങ്ങൾ പകർന്നു നൽകുന്ന ആത്മവിശ്വാസവും തിരിച്ചറിവും ഊർജവുമാണത്. ഞാൻ പ്രണയിക്കുന്നു. മജ്ജയും മാംസവുമുള്ളൊരു മനുഷ്യനെ പ്രണയിക്കുന്നു. അതിൽ കവിഞ്ഞ മറ്റെന്തിനാണ് പ്രണയത്തിൽ പ്രാധാന്യം നൽകേണ്ടത്? കാലത്തിനൊപ്പം കൊഴിഞ്ഞു വീഴുന്ന അക്കങ്ങൾക്കോ? ജാതി, മതം, സമുദായം, പണം, പദവി, ഇതിലെന്തിനാണ് പ്രണയത്തിൽ പ്രാധാന്യം നൽകേണ്ടത്? ഇതെല്ലാം ഒത്തുചേരുന്നിടത്ത് മുളച്ചു പൊന്തുന്നതാണോ പ്രണയം? എവിടെയാണ് തനിക്ക് പിഴച്ചത്? മാഷിനെ മനസ്സിലാക്കുന്നതിലോ അതോ സ്വയം മനസ്സിലാക്കുന്നതിലോ? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ കഴുകന്മാരെ പോൽ തലയ്ക്കു ചുറ്റും വട്ടം കറങ്ങുന്നു. ഉറക്കം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, എല്ലാം വെറും നിമിഷങ്ങൾ കൊണ്ട്. കണ്ണുകൾ നിറഞ്ഞൊഴുകി, കൺതടങ്ങൾ വീർത്തു തൂങ്ങി. തല പൊട്ടിപ്പിളരുന്ന വേദനയാണ് പ്രഭാതത്തെ വരവേറ്റത്. കോളേജിൽ പോകാൻ തോന്നുന്നില്ല. എങ്കിലും വീട്ടിലിരിക്കാൻ വയ്യ. ചിന്തകൾ കുമിഞ്ഞുകൂടി ശ്വാസം മുട്ടിക്കും. കുളത്തിൽ പോയൊന്ന് മുങ്ങി നിവർന്നു. തണുത്ത വെള്ളം ചുട്ടുപൊള്ളുന്ന ശരീരത്തെയും മനസ്സിനെയും താൽക്കാലികമായി ശീതീകരിച്ചു. ധാവണി വാരിച്ചുറ്റി തലമുടി അലസമായി വിടർത്തിയിട്ട് ആരെയും വിളിക്കാനോ പറയാനോ നിൽക്കാതെ ബാഗുമെടുത്തിറങ്ങി. മുഖത്ത് നോക്കി കളവോ പറയാൻ പ്രയാസമാണ്. ഉറപ്പായും പിടിക്കപ്പെടും. കവലയിലൂടെ നടക്കുമ്പോൾ അങ്ങിങ്ങായി പലരും തന്നെ നോക്കി അടക്കം പറഞ്ഞ് ചിരിക്കുന്ന പോലെ. തോന്നിയതാവാമെന്ന് സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അതും വെറും തോന്നലല്ല എന്ന് കാതുകൾ വ്യക്തമാക്കി തന്നു. മാണിക്യമംഗലത്തെ അനുരാഗയ്ക്ക് 45കാരനായ സ്കൂൾ മാഷിനോട് തോന്നിയ കമ്പം കാട്ടുതീ പോലെ നാടെങ്ങും പരന്നു തുടങ്ങി. അത് തൻ്റെ വീട്ടുപടിക്കലെത്തുന്ന നിമിഷം വിദൂരമല്ല. പലതരം ഭാവങ്ങളോടെ അവർ തന്നെ ചൂഴ്ന്നു നോക്കുന്നുണ്ട്. മുഖത്തു തെളിയുന്ന സൂക്ഷ്മഭാവങ്ങൾ വരെ ഒപ്പിയെടുക്കുന്നുണ്ട്. ഇന്നോളം സ്നേഹത്തോടെ നോക്കിയിരുന്ന കണ്ണുകളിൽ പലതിലും ഇന്ന് അറപ്പും വെറുപ്പുമാണ്. താനും മാഷും ചേർന്ന് നിൽക്കുന്നത് ആരെങ്കിലും കണ്ടു കാണുമോ? അല്ലാതെ എങ്ങനെയാണ് തൻ്റെ മാത്രം സ്വകാര്യത നാടെങ്ങും പരസ്യമായത്? തല താഴ്ത്തി വേഗത്തിൽ നടന്നു. എങ്ങനെയെങ്കിലും കോളേജിലെത്തിയാൽ മതിയെന്നായി. അനു! ക്ലാസ്സിലേക്ക് ഓടിക്കയറവേ ശ്വേതയാണ് തൻ്റെ ഉറ്റതോഴി. എന്ത് കോലവാനു ഇത്, മുടിയൊക്കെ അഴിച്ചിട്ട്. വയ്യേ നിനക്ക്? ഒരു തലവേദന പോലെ. എന്നാ പിന്നെ എന്തിനാ നീ ഇന്ന് വന്നത്? തലയിൽ തഴുകിയവൾ ചേർത്ത് പിടിച്ചപ്പോൾ വല്ലാത്തൊരാശ്വാസം. ഇന്നോളം പരസ്പരം ഒന്നും മറച്ചു വെച്ചിട്ടില്ല. മാഷിൻ്റെ കാര്യം മാത്രം അറിയിച്ചില്ല. എന്തോ അതുമാത്രം തൻ്റെ സ്വാർത്ഥ സ്വകാര്യതയാണ്. പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല. ഒരമ്മയെപ്പോലെ കൂടെയിരുന്നവൾ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചപ്പോൾ മനസ്സൊരപ്പൂപ്പൻ താടി പോലായി. ശ്വാസം മുട്ടിക്കുന്ന മനപ്രയാസത്തിനൊരു താൽക്കാലിക ശമനം. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാതെ നിർജീവമായി നേരം തള്ളി നീക്കി. തിരിച്ചു പോരുമ്പോൾ മാഷിനായി കണ്ണുകൾ 4 പാടും പരതി. തേടിയ വള്ളി കാലിൽ ചുറ്റിയപ്പോൾ കൃത്യം മാഷിൻ്റെ മുന്നിൽ തന്നെ ചെന്നു ചാടി. കണ്ടിട്ടും കാണാത്തതുപോലുള്ള മാഷിൻ്റെ ഒഴിഞ്ഞുമാറൽ ഉള്ളിൽ വല്ലാത്തൊരു നോവുണർത്തി. അവഗണിച്ചിട്ടും കാലുകൾ ആ മനുഷ്യനൊപ്പം എത്തി. മാഷേ! എന്നോട് വെറുപ്പായോ മാഷേ? പറയണമെന്ന് കരുതിയതല്ല. നഷ്ടപ്പെടുന്നു തോന്നിയപ്പോൾ
അറിയാതെ പറഞ്ഞു പോയതാ ഞാൻ. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് മാഷിനെ. ഒരു ചെറുനോട്ടം കൊണ്ടുപോലും തന്നെ ഗൗനിക്കാതെയുള്ള നടത്തം ഹൃദയം രണ്ടായി കീറി മുറിച്ച പോലെ വേദനാജനകമായിരുന്നു. പ്രണയത്തിൽ പ്രായവ്യവസ്ഥ വെച്ചത് ആരായിരിക്കും മാഷെ? ആരായാലും അയാൾ ഒരിക്കലും പ്രണയിച്ചു കാണില്ല. എത്ര അടക്കി നിർത്തിയിട്ടും ഒരു ഗദ്ഗതം തൊണ്ടക്കുഴിമേൽ തികട്ടി നിന്നു. ഇല്ല, തൻ്റെ സാന്നിധ്യം പോലും മാഷ് ആഗ്രഹിക്കുന്നില്ല. മിഴികൾ മുന്നിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന നടപ്പാതയിലേക്ക് മാത്രമാണ്. അനുരാഗയുടെ ഉള്ളു നൊന്തു, വല്ലാതെ നൊന്തു. തന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, ഒന്ന് ശകാരിച്ചിരുന്നെങ്കിൽ, ഒന്ന് അടിച്ചിരുന്നെങ്കിൽ പോലും തനിക്കിത്രമേൽ നോവുമായിരുന്നു. തൻ്റെ ഭാഗം ഉൾക്കൊള്ളാതെ, മനസ്സിലാക്കാൻ ശ്രമിക്കാതെ 20-കാരിയുടെ ചാബല്യമായി തഴഞ്ഞു കളയുന്നതാണ് തന്നെ കൊല്ലാതെ കൊല്ലുന്നത്. മാഷിൻ്റെ ഈ മനം മടുപ്പിക്കുന്ന മൗനമാണ് തന്നെ ശ്വാസം മുട്ടിക്കുന്നത്. ഇനിയൊന്ന് നോക്കിക്കൂടെ മാഷെ? വാചകം പൂർത്തിയാക്കും മുന്നേ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചങ്കു പിടഞ്ഞു നോക്കി നിൽക്കുന്ന പെണ്ണിനെ പാടെ അവഗണിച്ചുകൊണ്ട് സേതുമാധവൻ മുന്നോട്ട് നടന്നു. ശരീരം തളർന്ന് മനസ്സ് മരവിച്ച് നോക്കി നിൽക്കാനേ അവൾക്കായുള്ളൂ. അത്രമേൽ അവളിലെ പ്രണയം മുറിപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോവുകയാണ്, കൊതിച്ചു പോവുകയാണ്. എന്നാൽ അത് വെറും പാഴ്ക്കിനാവായി മാത്രമായി. ചില്ലകൾ അറക്കപ്പെട്ട് പൂക്കൾ വാടിക്കരിഞ്ഞ് ഫലങ്ങൾ മുരടിച്ചൊരു പാഴ്വൃക്ഷമായി എൻ്റെ പ്രണയം. തകർന്നടിഞ്ഞ മനസ്സോടെയാണ് വീട്ടിലേക്ക് കയറിയത്. സ്നേഹം ചാലിച്ച് അമ്മ ഉണ്ടാക്കിയ പലഹാരങ്ങളൊന്നുമേ കഴിക്കാനാവാതെ വിശപ്പ് മറന്നൊരു വയറുമായി കിടക്കയിലേക്ക് കമിഴ്ന്നു. ഇരുമിഴികളും അപ്പോഴും വീറോടെ മത്സരിച്ചു പെയ്യുന്നുണ്ടായിരുന്നു. നെറുകിൽ വാത്സല്യത്തിൻ്റെ കരസ്പർശം. അമ്മയാണ്. തല ഉയർത്താതെ തന്നെ ആ മടിയിലേക്ക് ചാഞ്ഞു. എന്താ എൻ്റെ കുട്ടിക്ക്? ഇന്നലെ മുതൽ ഒരു ഉഷാറില്ലാലോ. കല്യാണാലോചന കാരണമാണോ? അമ്മയുടെ കരങ്ങൾ സ്നേഹത്തോടെ മുടിയിഴകളെ കോതിയെടുത്തു. കഴിഞ്ഞ ആഴ്ച സേതുവിനെ കണ്ടപ്പോൾ ഞാനാ പറഞ്ഞത് നല്ല വല്ല ആലോചനയും വന്ന അനുമോൾക്ക് നോക്കണമെന്ന്. പറ്റിയ കൂട്ടരെ കിട്ടിയപ്പോൾ അവനിങ്ങ് പറഞ്ഞയച്ചു. അവർ വന്ന് കണ്ടു എന്നല്ലേ ഉള്ളൂ. എൻ്റെ മോളുടെ ഇഷ്ടം നോക്കാതെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? ഒരു വരണ്ട പുഞ്ചിരി അവളുടെ അതരങ്ങളെ തലോടി കടന്നുപോയി. അനു! വീട് കിടുങ്ങുമാറുള്ള അശോകൻ്റെ അലർച്ചയിൽ ഇരുവരും ഞെട്ടിയെഴുന്നേറ്റു. കാറ്റുപോൽ പറന്നടുത്തയാൾ അവളുടെ മുടിക്കുത്തിന് പിടിച്ച് ഇരു കവിളിലും മാറി മാറി പ്രഹരിച്ചു. ചതിക്കുമായിരുന്നല്ലേ? ഇടവും വലവും നിന്ന് രണ്ടാളും കൂടി എന്നെ ചതിക്കുമായിരുന്നല്ലേ? അത്രമേൽ ദേഷ്യത്തിനിടയിലും അയാളിലെ പിതൃഹൃദയം വിങ്ങി ശബ്ദമിടറി. എന്താ അശോകേട്ടാ നിങ്ങൾക്ക്? എന്തിനാ എൻ്റെ മോളെ തല്ലുന്നത്? ചോദിക്ക്, അവളോട് തന്നെ ചോദിക്ക്. പ്രേമിക്കാൻ അമ്മയുടെ കൂടെ പഠിച്ചവനെ മാത്രമാണോ കിട്ടിയുള്ളൂ എന്നവളോട് ചോദിക്കേ. താനത് പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാലും പ്രതിരോധിക്കാനാവുന്നില്ല. കുറ്റവാളിയെപ്പോലെ തല താഴ്ത്തി നിന്നു. കവിളുകളിൽ അച്ഛൻ്റെ കരുത്തുറ്റ കൈത്തലം അടയാളം വരുത്തി ചുണ്ടിനോരം രക്തം പൊടിഞ്ഞു. എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവൾക്ക് പ്രേമമാണത്രേ സേതുമാധവനോട്. എൻ്റെ ഭഗവതി, നേരാണോ അനു ഞാനീ കേൾക്കുന്നത്? കരഞ്ഞുകൊണ്ടുള്ള അമ്മയുടെ ചോദ്യത്തിന് തലയനക്കി മറുപടി കൊടുത്തു. പൊട്ടിക്കരഞ്ഞുകൊണ്ടമ്മ അച്ഛൻ്റെ നെഞ്ചോട് ചേർന്നു. ചതിക്കുകയായിരുന്നു കല്യാണി ഇവള് നമ്മളെ. സ്നേഹം നടിച്ച് വഞ്ചിക്കുകയായിരുന്നു. ഹൃദയം തകർന്നുള്ള ജന്മം നൽകിയവരുടെ കരച്ചിൽ കരിങ്കൽ ചീളുകൾ പോലെ കാതുകളിൽ തുളച്ചു കയറി. ഒരു വാക്കുമിണ്ടാനാവാതെ തലകുനിച്ചിരിക്കാൻ മാത്രമേ തനിക്കായുള്ളൂ.